Hello friends, Assalamu alaikum. Welcome back to Jashis Cookbook. Jashis Cookbookലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് ദിവസം മുന്നേ കുക്കറിൽ ഉണ്ടാക്കുന്ന ബീഫ് ബിരിയാണിയുടെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ട് ഒരുപാട് പേര് ആ സെയിം മെത്തേഡിൽ ചിക്കൻ വെച്ചിട്ടുണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചിരുന്നു. അതുപോലെയല്ല, അതിനേക്കാൾ വളരെ ഈസി ആയിട്ട് എന്നാൽ ടേസ്റ്റിൽ യാതൊരു കുറവും വരാതെ നമുക്ക് ചിക്കൻ ബിരിയാണി കുക്കറിൽ ഉണ്ടാക്കാം. അന്ന് ഞാൻ സാധാരണ ബസ്മതി അരി വെച്ചിട്ടാണ് ബിരിയാണി ഉണ്ടാക്കിയത്. അപ്പോൾ കുറച്ച് പേരൊക്കെ സംശയം ചോദിച്ചിരുന്നു, കുക്കറിൽ ജീരകശാല അരി വെച്ച് ബിരിയാണി ഉണ്ടാക്കിയാൽ റൈസ് കുഴഞ്ഞു പോകുമെന്ന്. റൈസ് കുഴഞ്ഞു പോകില്ല എന്ന് മാത്രമല്ല, നമ്മൾ ചെമ്പിൽ വെക്കുന്നതിനേക്കാൾ അടിപൊളി ടേസ്റ്റിൽ നമുക്ക് കുക്കറിൽ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബാച്ചിലേഴ്സിനും ബിഗിനേഴ്സിനും എല്ലാം ഒരുപാട് യൂസ്ഫുൾ ആകുന്ന ഒരു റെസിപ്പിയാണിത്. ഞാൻ ഓൾറെഡി ഒരുപാട് ബിരിയാണി റെസിപ്പികളും വിവിധ തരം റൈസ് റെസിപ്പികളും ഇതുവരെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാറ്റിൻ്റെയും ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെല്ലേക്കും കൂടെ ഒന്ന് എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം വളരെ കുറഞ്ഞ സമയം കൊണ്ട് എങ്ങനെയാണ് ജീരകശാല അരി വെച്ച് കുക്കറിൽ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നതെന്ന്. 1 കിലോ ചിക്കൻ വെച്ചിട്ടാണ് നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ആദ്യം നമുക്ക് സബോള, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ ഈ ബിരിയാണിയിലേക്ക് വഴറ്റാൻ വേണ്ടി വേറെ സബോള ഒന്നും എടുക്കുന്നില്ല. അതുകൊണ്ട് ഫ്രൈ ചെയ്യാൻ 4 സബോള എന്തായാലും വേണം കേട്ടോ. 3 ടേബിൾ സ്പൂൺ നെയ്യും ബാക്കി ഓയിൽ ഒഴിച്ച് 2 ട്രിപ്പായിട്ടാണ് സബോള ഫ്രൈ ചെയ്യുന്നത്. അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം. ഇപ്പോൾ സബോള, അണ്ടിപ്പരിപ്പ്, മുന്തിരി വേല ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ ചൂടാക്കി ഇതിലേക്ക് നമ്മൾ സബോള ഫ്രൈ ചെയ്ത ഓയിലിൻ്റെ നെയ്യിൻ്റെയും മിക്സ് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്ത ചിക്കൻ ചേർക്കാം. ഒരു ചിക്കൻ 8 പീസായിട്ട് കട്ട് ചെയ്തിട്ടാണുള്ളത്. ഇനി ഇതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇവ ചതച്ച് ചേർത്ത് കൊടുക്കാം. ഞാൻ 10-15 വെളുത്തുള്ളി, ഒരു വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ പച്ചമുളക് കുറച്ച് അധികം ഞാൻ ചേർക്കുന്നുണ്ട്. കാരണം നമ്മളിതിൽ എരിവിന് വേറെ മുളക് പൊടി ഒന്നും ചേർക്കുന്നില്ല. അപ്പോൾ പച്ചമുളക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സബോളയിൽ നിന്ന് പകുതി ചേർത്ത് കൊടുക്കാം. ഈ ബിരിയാണിക്ക് കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് ഈ നെയ്യിൽ വറുത്ത സബോളയാണ്. അപ്പോൾ ഇത് നിർബന്ധമായിട്ടും ചേർക്കണം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മല്ലിച്ചപ്പ്, പുതിനയിലയാണ്. ഇത് ചെറുതാക്കി ചോപ്പ് ചെയ്തത് 1/2 കപ്പ് ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇതിലേക്ക് വേണ്ടത് തക്കാളിയാണ്. നന്നായി പഴുത്ത 3 തക്കാളി അരിഞ്ഞതും ചേർത്ത് കൊടുക്കാം. ഇനി 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, പിന്നെ 3 ടേബിൾ സ്പൂൺ തൈര് ഇവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ കുക്കർ വെറുതെ ഒന്നിങ്ങനെ മൂടി വെച്ചതിന് ശേഷം 3-4 മിനിറ്റ് ചിക്കൻ ഒന്ന് വേവിക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ചിക്കനിൽ നിന്നുള്ള വെള്ളം ഒന്ന് പുറത്തു വരുന്നത് വരെ മാത്രം വേവിച്ചാൽ മതി. അതുകൊണ്ട് കുക്കർ മുഴുവനായിട്ട് വെയിറ്റ് ഇട്ട് മൂടി വെച്ച് ചിക്കൻ വേവിക്കേണ്ട ആവശ്യമില്ല. ചിക്കൻ വേവ് കുറവായതുകൊണ്ട് ഇപ്പം തന്നെ കുറേ അങ്ങ് വേവിച്ചാൽ ദമ്മിട്ട് വരുമ്പോഴേക്കും ചിക്കൻ ആകെ വെന്തുടഞ്ഞു പോകും. ഇപ്പം ഇതാ ചിക്കനിൽ നിന്ന് വെള്ളം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിന് മുകളിലേക്ക് കഴുകി വൃത്തിയാക്കി വെള്ളം വാർത്ത് വെച്ച 4 കപ്പ് ജീരകശാല അരി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 4 കപ്പ് അരിക്ക് 1/2 കപ്പ് വെള്ളം കുറച്ച് 3.5 കപ്പ് വെള്ളം എന്ന കണക്കിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് അരിക്ക് മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ബസ്മതി അരിയാണ് എടുക്കുന്നതെങ്കിൽ ഇതേ അളവിൽ തന്നെ വെള്ളം എടുത്താൽ മതി കേട്ടോ. തിളച്ച വെള്ളം ചേർക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതാണ്. അതിനുശേഷം ആ വെള്ളത്തിലേക്ക് ഫ്രൈ ചെയ്ത ബാക്കി സബോളയിൽ നിന്നും 1 കൈപ്പിടി നിറച്ചും പിന്നെ 1 ടീസ്പൂൺ പൈനാപ്പിൾ എസൻസും 1/2 ടീസ്പൂൺ കൂടെ ഗരം മസാല പൊടിച്ചതും സബോള ഫ്രൈ ചെയ്ത ഓയിലിൻ്റെ നെയ്യിൻ്റെയും ആ മിക്സിൽ നിന്ന് കുറച്ചുകൂടെ ചേർത്ത് അടിയിലുള്ള മസാല ഇളകാത്ത തരത്തിൽ മെല്ലെ ഒന്ന് ഇളക്കി കൊടുക്കാം.
ഇനി നമുക്ക് വെയിറ്റൊക്കെ ഇട്ട് മൂടി വെച്ച് 20 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേവിക്കാം. ലോ ടു മീഡിയം ഫ്ലെയിം എന്ന് പറഞ്ഞത് വേറെ ഒന്നല്ല, പലരുടെയും ബർണർ ഹീറ്റും ഒക്കെ വ്യത്യാസം ഉണ്ടാകും. നമ്മൾ ഇത്രയേ ഉദ്ദേശിക്കുന്നുള്ളൂ. 20 മിനിറ്റ് കൊണ്ട് കുക്കറിൽ അത്യാവശ്യം പ്രഷർ ഉണ്ടാവണം. അപ്പോൾ അതിനനുസരിച്ച് വേണം ഫ്ലെയിം ആക്കാൻ. വിസിൽ വരാൻ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. 20 മിനിറ്റ് കഴിഞ്ഞ് ഫ്ലെയിം ഓഫാക്കിയാൽ കുക്കറിലുള്ള പ്രഷർ കൊണ്ട് റൈസും ചിക്കനും ഒക്കെ പാകത്തിന് വേവായിട്ട് നല്ലപോലെ ദമ്മായി കിട്ടിക്കോളും. അപ്പം പ്രത്യേക ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഫ്ലെയിം ഓഫാക്കി 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ കുക്കർ തുറക്കാൻ പാടുള്ളൂ. എന്നാൽ മാത്രമേ നമ്മളുടെ ബിരിയാണി നല്ലതുപോലെ ദമ്മായി കിട്ടൂ. ഇപ്പോൾ ഫ്ലെയിം ഓഫാക്കി 10-20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ തുറക്കാം. കണ്ടില്ലേ, റൈസ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. എന്നാൽ തരി പോലും കുഴഞ്ഞു പോയിട്ടുമില്ല. ടേസ്റ്റിൽ യാതൊരു കുറവും വരാതെ ഇത്ര ഈസി ആയിട്ടുള്ള ഒരു ബിരിയാണി നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടുണ്ടാവില്ല. എൻ്റെ കുക്കർ ബീഫ് ബിരിയാണി ഉണ്ടാക്കിയിട്ട് കുറച്ച് പേരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞിരുന്നു. അപ്പോൾ ഇതും അതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്കിത് തീർച്ചയായും ഇഷ്ടപ്പെടുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമല്ല. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും തരി പോലും മടി കാണിക്കരുതേ. ഇൻഷാ അല്ലാ അടുത്ത ഈസിയും ടേസ്റ്റിയും വെറൈറ്റിയുമായിട്ടുള്ള റെസിപ്പിയുമായി അടുത്ത വീഡിയോയിലൂടെ കാണുന്നതുവരേക്കും ബായ്. അസ്സലാമു അലൈക്കും.